എൻ്റെ പേര് ജോയിസി. ഞാൻ ഉളിക്കല്ലിൽ നിന്നും വരുന്നു. വളരെ നാളായി ഞാൻ ഇസ്രായേലിൽ പോകാൻ ആഗ്രഹിച്ചു. വിശുദ്ധ അമ്മ ത്രേസ്യായുടെ തിരുനാളിൻ്റെ അന്ന് എനിക്ക് വിസ ലഭിക്കുകയും ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി നല്ലൊരു ഫാമിലി എനിക്ക് ഇസ്രായേലിൽ നൽകി. എൻ്റെ പാസ്പോർട്ട് ഞാൻ ഏജൻസിയിൽ വെച്ച് മറന്നുപോയിരുന്നു. അതും എനിക്ക് തിരിച്ചു കിട്ടി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോയേ ഈശോയേ. എൻ്റെ പേര് സാലി. ഞാൻ പേരാവൂരിൽ നിന്നും വരുന്നു. എൻ്റെ മകളുടെ കൊച്ചിന് അവൾ അറിയാതെ തന്നെ വയറ്റിൽ നിന്നും മലം പോകുമായിരുന്നു. ഞാൻ ആവിലയിലെ അമ്മയ്ക്ക് സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുകയും ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യവും ഈശോയെ എന്ന് 101 പ്രാവശ്യവും വിളിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ എൻ്റെ മകൾക്ക് ഒരു കുഴപ്പവുമില്ല. എല്ലാ അസ്വസ്ഥതകളും മാറി സ്കൂളിൽ പോകുന്നുണ്ട്. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ബിന്ദു. കൊളക്കാട് ഇടവകാംഗമാണ്. ഞങ്ങൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. ആവിലായിൽ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെക്ക് ബുക്ക് ബെഞ്ചരിച്ച് വാങ്ങുകയും ചെയ്തതിനു ശേഷം ആ ആഴ്ചയിൽ തന്നെ 3 വർഷമായിട്ടും നറുക്ക് വീഴാതിരുന്ന ചിട്ടി നറുക്ക് വീണു. വീണ്ടും കഴിഞ്ഞ നവംബർ 25-ന് ആദ്യ ചിട്ടി നറുക്ക് വീണ് പിന്നെ 10 ദിവസത്തിന് ശേഷം പുതിയതായി ചേർന്ന ചിട്ടിയും നറുക്ക് വീണ് കിട്ടി. ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഈശോ മാറ്റി തന്നു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. ഈശോയേ. 3 ചിട്ടിക്കുള്ള നറുക്കാണ് വീണത് അല്ലേ? 3 ഉള്ളവർ ഒന്നും ഇല്ലാത്തവർക്ക് കൊടുക്കട്ടെ. ടൈൽസ് ഫാക്ടറിയിലെ കെട്ടിക്കിടന്ന ടയൽ ലോഡ് കയറി പോകുവാൻ ഇവിടെ വന്ന് നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കെട്ടിക്കിടന്ന എല്ലാ ടയലും ലോഡ് കയറി പോകുവാൻ ഈശോ അനുഗ്രഹിച്ചു. അതിന് ടയൽ ഫാക്ടറിയിലെ ഒരു പറ്റം തൊഴിലാളികൾ ഈശോയ്ക്ക് സാക്ഷ്യം അറിയിച്ചിരിക്കുന്നു എന്ന് തമിഴ്നാട്ടിൽ നിന്ന്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ചിഞ്ചു. എടൂരിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾക്ക് കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിത് എഴുതുന്നത്. മോൾക്ക് 6 വയസ്സുണ്ട്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സാധാരണ എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ മടിയുണ്ടായിരിക്കും. അതിനാൽ അതുപോലെയുള്ള ഒരു സാക്ഷ്യമല്ല ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് വലിയ പ്രതീക്ഷ തന്ന ഒരു സാക്ഷ്യമാണ്. എൻ്റെ മോൾക്ക് പഠിക്കാൻ മാത്രമല്ല ക്ലാസ്സിലെ നോട്ട് എഴുതാനും ഹോംവർക്ക് ചെയ്യാനും എല്ലാം ഭയങ്കര മടിയായിരുന്നു. പഠിക്കാനിരിക്കുമ്പോൾ അവൾക്കില്ലാത്ത വേദനയില്ല, ഉറക്കം, അങ്ങനെ ആകെ അസ്വസ്ഥതയാണ്. ഞാൻ സ്നേഹത്തോടെയും ശാസിച്ച് പഠിപ്പിച്ചു നോക്കി, ഒരു മാറ്റവുമില്ല. അതിനാൽ ഞാൻ ഹോംവർക്ക് ചെയ്യിക്കുന്നതും പഠിപ്പിക്കുന്നതുമെല്ലാം ഷൗട്ട് ചെയ്തും അടിച്ചുമൊക്കെയായി. അവളെ പഠിപ്പിച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് തന്നെ തൊണ്ടവേദനയും അസ്വസ്ഥതയുമാകും. കൂടെ മോൾ പറയാൻ തുടങ്ങി, എനിക്ക് അമ്മയെ പേടിയാണ് എന്ന്. അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞു, നീ ഇങ്ങനെ കുഞ്ഞിനെ ഒച്ച വെച്ച് മടിച്ചും പഠിപ്പിക്കരുത്. കുഞ്ഞുങ്ങളുടെ മനസ്സാണ്, അത് കൊച്ചിൻ്റെ മനസ്സിനെ നെഗറ്റീവായി ബാധിക്കുമെന്ന്. അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ വരികയും യാദൃച്ഛികമായി അച്ഛനെ വഴിയിൽ വെച്ച് കാണാനും ഇടയായി. ഞാൻ അച്ഛനോട് മോളുടെ കാര്യം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അവളെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക എന്ന്. അങ്ങനെ ഒക്ടോബർ മാസം അമ്മ ത്രേസ്യയുടെ പെരുന്നാളിൻ്റെ ഇടയ്ക്ക് അവളെ കൊണ്ടുവരികയും അച്ഛൻ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ ഇത്രയേ ചെയ്തുള്ളൂ. മോളോട് ചോദിച്ചു, മോൾ ആരുടെ കുഞ്ഞാണ്? ഈശോൻ്റെ എന്ന് അവൾ മറുപടി പറഞ്ഞു. ഈശോയുടെ കുഞ്ഞുങ്ങൾ നല്ലപോലെ പഠിക്കും എന്ന് അച്ഛൻ പറഞ്ഞു. അതിനുശേഷം ഇതുവരെ മോൾ പഠിക്കാൻ മടി കാണിച്ചിട്ടില്ല. അവൾ നന്നായി പഠിക്കുകയും ചെയ്യുന്നു. അവൾക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബിന്ദു. വിലങ്ങാട് നിന്ന് വരുന്നു.
എൻ്റെ വലത് കൈ കൊണ്ട് വെയിറ്റ് എടുക്കാനോ ജോലി ചെയ്യാനോ ഒന്നും സാധിക്കാതെ കൈക്ക് അസഹ്യമായ വേദനയും നീരും വരുമായിരുന്നു. ഞാൻ ആവിലപ്പള്ളിയിൽ വരികയും അച്ഛനെ കണ്ട് എൻ്റെ കാര്യം പറയുകയും ചെയ്തു. അച്ഛൻ എൻ്റെ കയ്യിൽ ഉമ്മിനീർ കൊണ്ട് ലേപനം ചെയ്ത് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഈശോ എൻ്റെ കൈയുടെ വേദന പൂർണ്ണമായും മാറ്റിത്തന്നു. എനിക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മിനി, ആടാമ്പാറയിൽ നിന്നും വരുന്നു. എൻ്റെ മകന് പഠിക്കുന്നത് വളരെ പിന്നിലായിരുന്നു. പഠിക്കുന്നതിനോട് വെറുപ്പായിരുന്നു. ആവിലാസനിൽ വന്നപ്പോഴെല്ലാം ഞാൻ അവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴെല്ലാം ഹിന്ദി പരീക്ഷയുടെ ദിവസങ്ങളായിരുന്നു. അതിൻ്റെ ഫലമായി ഹിന്ദിയുടെ എല്ലാ പരീക്ഷയ്ക്കും ഇപ്പോൾ അവൻ നല്ല മാർക്കോടെ പാസ്സാകുന്നു. അവന് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലിസി ഫ്രാൻസിസ്, ആനപ്പന്തിയിൽ നിന്നും വരുന്നു. ഡിസംബർ 6-ാം തീയതി നടന്ന മരിയൻ തീർത്ഥാടനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ അതിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുകയായിരുന്നു. എന്നാൽ 3-ാം തീയതി മുതൽ അതിശക്തമായ നടുവേദന, ഡിസ്കിന് തകരാറ് കാരണം ഞാൻ കിടപ്പിലായി. 5-ാം തീയതി വചന ശുശ്രൂഷ കിടന്നുകൊണ്ട് ഓൺലൈനിൽ പങ്കെടുത്തു. ആരാധനയുടെ സമയത്ത് ഞാൻ ബന്ധിതനായി ഈശോയോട് എനിക്ക് കാൽനടയായി ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നിമിത്തം എനിക്ക് നടുവിൻ്റെ വേദന പൂർണ്ണമായും മാറിക്കിട്ടുകയും ഈ മരിയൻ തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്തു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് വത്സമ്മ, സ്ഥലം ചുങ്കക്കുന്ന്. എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. ഞങ്ങളുടെ മകൻ +2 പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നു. എന്തു കോഴ്സിന് ചേരണമെന്ന് യാതൊരു തീരുമാനവുമില്ലാതെ നാളുകൾ കഴിഞ്ഞു. ഞങ്ങൾ അവൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് ചോദിപ്പിച്ചു, നമ്മുടെ കസിൻസിനെ കൊണ്ടും ചോദിപ്പിച്ചു. മോൻ്റെ പപ്പ പല കോഴ്സുകൾക്കും അപേക്ഷ അയച്ചു. അവന് 80% മാർക്കുണ്ടായിരുന്നു. പല കോഴ്സുകൾക്കും അഡ്മിഷൻ എടുക്കാൻ റിപ്ലൈയും വന്നു. എന്നാൽ മോൻ ഒരു തീരുമാനവും പറയാതെ ഞങ്ങളാകെ വിഷമിച്ചു. ഞാൻ ഇടയ്ക്ക് ഇവിടുത്തെ ധ്യാന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഒരാളായിരുന്നു. അങ്ങനെ മകനെ അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ കൊണ്ടുവന്നു. അച്ഛൻ കാര്യങ്ങൾ ചോദിച്ചു. മോൻ അതിന് ഒരു മറുപടിയും പറയാതെ നിന്നു. ഞാൻ അച്ഛൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞുപോയി. അച്ഛൻ ഒരു പ്രാർത്ഥന എഴുതി തന്നു. മോനോട് എന്നും അത് 33 പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞു. അവൻ ഒരു ദിവസം ചൊല്ലി, പിന്നെ ചൊല്ലിയില്ല. അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന മോൻ കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ അവൻ കാണാതെ ഞാൻ കൊണ്ടുപോയി വെച്ചു. ദിവസങ്ങൾ പലതും കഴിഞ്ഞുപോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സന്ധ്യയായപ്പോൾ മോൻ പെട്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ നേഴ്സിങ്ങിന് പോകുകയാണ്. അപ്പോഴേക്കും അഡ്മിഷൻ്റെ സമയമെല്ലാം കഴിഞ്ഞിരുന്നു. അന്ന് രാത്രി തന്നെ പല ഏജന്റുമാരുമായും ബന്ധപ്പെട്ട് അങ്ങനെ മൈസൂർ CSI സഭയുടെ കോളേജിൽ അവൻ അഡ്മിഷൻ കിട്ടി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് മിനി, സ്ഥലം കോളിത്തട്ട്. എനിക്ക് പീരിയഡ്സ് കറക്റ്റ് ആവാത്തതിനാൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നതിൻ്റെ ഫലമായി എനിക്ക് പീരിയഡ്സ് നോർമലാക്കി തന്നു. അതുപോലെ രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഒരാൺകുഞ്ഞിനെ ദൈവം എനിക്ക് നൽകി അനുഗ്രഹിച്ചു. അതുപോലെ മമ്മിയുടെ ഒരു ചെവി ഒട്ടും കേൾക്കാൻ പറ്റാതെ അടഞ്ഞുപോയ അവസ്ഥയിലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഞങ്ങൾക്ക് ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ധന്യ. ഞാൻ കൊടിയാമലയിൽ നിന്നും വരുന്നു. ഞാൻ എൻ്റെ മമ്മി വഴിയാണ് ആവിലാപ്പള്ളിയെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഞാൻ ആവിലാപ്പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തു. എല്ലാ ദിവസവും ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യവും ഈശോയെ എന്ന 101 പ്രാവശ്യവും ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ IELTS പരീക്ഷയിൽ വിജയം നേടി. അതുകൂടാതെ ഞാൻ സൗദി ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയും അതിൽ സെലക്ട് ആകുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് ഏഞ്ചൽ. ആലപ്പുഴ ചെങ്ങന്നൂർ ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ACCA എക്സാം എഴുതുന്നുണ്ട്. അതിൽ 11ാമത്തെ എക്സാം 2 തവണ എഴുതിയെങ്കിലും പാസ്സായില്ല. അപ്പോഴാണ് ആവിലാമ്മയെക്കുറിച്ച് കേട്ടത്. അമ്മയോട് പ്രാർത്ഥിച്ചു. പാസ്സാകുകയാണെങ്കിൽ മുട്ടിൽ ഇഴഞ്ഞുകൊള്ളാമെന്നും സാക്ഷ്യം എഴുതിയിട്ടാൽ കൊള്ളാമെന്നും നേർന്നു. അതിനുശേഷം എക്സാം എഴുതുകയും പാസ്സാകുകയും ചെയ്തു. അതിനുശേഷം നടന്ന എക്സാം അമ്മയുടെ അനുഗ്രഹത്താൽ പാസ്സായി. അടുത്ത ഫൈനൽ എക്സാം ആണ്. അതും അമ്മയുടെ അനുഗ്രഹത്താൽ പാസ്സാകുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയേ. എൻ്റെ പേര് വരുൺ. സ്ഥലം തൊണ്ടിയിൽ. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ആരോഗ്യവാനായ ഒരു ആൺകുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാ. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ഷേർലി. ഞാൻ ചന്ദനക്കാമ്പാറയിൽ താമസിക്കുന്നു. എനിക്ക് ലഭിച്ച 3 അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 2022, 23, 24 ഈ 3 വർഷം മുടങ്ങാതെ അമ്മ ത്രേസ്യയുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഉരുൾ നേർച്ചയിൽ പങ്കെടുക്കുകയും 3 നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും എല്ലാ വ്യാഴാഴ്ചയും പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അച്ഛനെ വന്നു കാണുകയും പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്യുമായിരുന്നു. വീട് പണിയുന്നതിനും മക്കളുടെ വിവാഹം നടക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥന യാചിച്ചത്. 2023 അച്ഛൻ 18 പേർക്ക് അടുത്ത തിരുനാളിന് മുമ്പ് വീട് വെക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു വീട് എൻ്റേതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ 2024 ഏപ്രിൽ 1-ാം തീയതി വീടിന് കട്ടിള വെക്കുകയും ഒക്ടോബർ 31 വ്യാഴാഴ്ച വീട് വെഞ്ചരിക്കുകയും ചെയ്തു. നവംബർ 7 വ്യാഴാഴ്ച എൻ്റെ മകൻ്റെ വിവാഹം ഉറപ്പിക്കുകയും 18-ാം തീയതി മകൻ്റെ വിവാഹവും നടന്നു. നവംബർ 23-ാം തീയതി മകളുടെ വിവാഹം ഉറപ്പിച്ചു. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്തി തരുന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് ഏലിയാമ്മ. സ്ഥലം ചുഴലി. എൻ്റെ മോളുടെ ചെറിയ കുഞ്ഞിന് സുഖമില്ല. ഭയങ്കര പനിയുമായിരുന്നു. ഡോക്ടറിനെ കണ്ടപ്പോൾ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. ഞങ്ങളത് ചെയ്തപ്പോൾ റിസൾട്ട് വന്നത് വാരിയലിനും തലയ്ക്കും കഫക്കെട്ട് ആണെന്നാണ്. ഞങ്ങൾ ആവിലായിൽ വന്ന് പ്രാർത്ഥിക്കുകയും കൊച്ചിന് സുഖം പ്രാപിച്ചാൽ മുട്ടിലിഴയാമെന്നും സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്നും നേരുകയും ചെയ്തതിൻ്റെ ഫലമായി അവന് പരിപൂർണ
സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടച്ച് നന്ദി പറയാം. ഒക്കെ വിളിക്കാം. ഈശോയേ, കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റെല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന ഇപ്പോൾ തന്നെ എല്ലാ ദിവസവും 33 പ്രാവശ്യം ചൊല്ലുന്നവര് ഒന്ന് കൈ ഉയർത്താവോ? ഒത്തിരിയേറെ പേരുണ്ട്. ഈ ആലയത്തിൽ വരുന്ന എല്ലാവർക്കും നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന കിട്ടിയിട്ടില്ലാത്തവർക്ക് സ്റ്റാളിൽ നിന്ന് സൗജന്യമായി ശുശ്രൂഷ ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്കത് പോയി കളക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും കാലത്ത് ബന്ധിതനായ ഈശോയുടെ ഫോട്ടോയുടെ മുമ്പിൽ ഒരു തിരിയൊക്കെ കത്തിച്ച് 33 പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലി 101 പ്രാവശ്യം ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയൊരു അഭിഷേകമായിരിക്കും എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. മറ്റ് സമയങ്ങളിലും സന്ധ്യക്ക് വിളക്ക് വെക്കുമ്പോഴോ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് പുഷ്പ, സ്ഥലം ചെടികുളം. എൻ്റെ ചേച്ചിയുടെ മകൾക്ക് ഒരു എക്സാം എഴുതുവാൻ ഓസ്ട്രേലിയയിൽ പോകേണ്ടിയിരുന്നു. 2 പ്രാവശ്യം വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടും കിട്ടിയിരുന്നില്ല. 3-ാം പ്രാവശ്യവും അപ്ലൈ ചെയ്തു. പരീക്ഷയ്ക്ക് ഫീസും അടച്ചു. ഡിസംബർ 10-11 തീയതികളിൽ പരീക്ഷ നടക്കുമെന്ന് അറിയിപ്പും കിട്ടി. നവംബർ 27-ാം തീയതി ആയിട്ടും വിസ കിട്ടിയില്ല. 28-ാം തീയതി വ്യാഴാഴ്ച ഞാനിവിടെ വന്ന് ബന്ധിതനായ ഈശോയുടെ മുമ്പിൽ നിയോഗം കെട്ടിയിട്ട് മുട്ടിൽ വലിഞ്ഞ് പ്രാർത്ഥിക്കുകയും അടുത്ത വ്യാഴാഴ്ചയ്ക്ക് മുമ്പായി വിസ കിട്ടിയാൽ വ്യാഴാഴ്ച 5/12/24 തന്നെ സാക്ഷ്യം പറഞ്ഞു കൊള്ളാമെന്ന് നേരുകയും ചെയ്തു. കൂടാതെ ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന നിരന്തരം ഉരുവിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായി ബുധനാഴ്ച അവൾക്ക് വിസ ലഭിച്ചു. ഞങ്ങൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിനും ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഓർക്കെ വിളിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അഖില, അങ്ങാടിക്കടവാണ് സ്ഥലം. ഞാനൊരു നഴ്സാണ്. OET എക്സാം പാസ്സായി. എന്നിരുന്നാലും UK നിയമമാറ്റങ്ങളാൽ പോകാൻ സാധിക്കുന്നില്ലായിരുന്നു. ആവിലായിൽ വന്ന് പ്രാർത്ഥിക്കാൻ പലരും എന്നോട് പറയുമായിരുന്നു. അങ്ങനെ ഒക്ടോബർ മാസത്തിൽ ഞാൻ അച്ഛനെ വന്ന് കണ്ടു പ്രാർത്ഥിച്ചു. 33 വ്യാഴാഴ്ചകളിൽ ആവിലായിൽ വരാൻ അച്ഛൻ പറഞ്ഞു. ഒക്ടോബർ 4 വ്യാഴാഴ്ചകളിൽ ഞാൻ ആവിലായിൽ വന്നു. ഒക്ടോബർ 30 എനിക്ക് ഇൻ്റർവ്യൂയുടെ ഡേറ്റ് വന്നു. നവംബർ മാസത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നു. ഇന്ന് ഡിസംബർ 12-ാം തീയതി ഞാൻ UK പോകുവാണ്. എനിക്ക് ഈ വലിയ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അച്ഛത്തിൽ വിളിക്കാം. ഈശോയേ, അന്തർ കണ്ടതും ചെകിടർ കേട്ടതും യേശുനാമത്തിൽ, മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. ഈശോയ്ക്ക് സ്തുതി. എൻ്റെ പേര് ചാക്കോച്ചൻ, ചെമ്പന്തൊട്ടിയിൽ നിന്ന് വരുന്നു. 6 മാസമായിട്ട് എൻ്റെ വായിലെ തൊലി പോവുകയാണ്. എനിക്ക് യാതൊരുവിധ ഭക്ഷണവും കഴിക്കാൻ സാധിക്കുന്നില്ല. അവസാനം സംസാരിക്കാൻ വരെ വയ്യാത്ത അവസ്ഥയായി. പല ഡോക്ടർമാരെയും കണ്ടും പല ചികിത്സയും തേടി. യാതൊരു ഫലവും ഇല്ല. ആ ഡോക്ടർമാർ പറയുന്നത് എൻ്റെ ശരീരത്ത് യാതൊരു രോഗവും ഇല്ലെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ ആഴ്ച വേറെ ഡോക്ടറെ സമീപിച്ച് വായിൽ നിന്ന് പഠിച്ചെടുത്ത ഭാഗം കട്ട് ചെയ്തെടുത്ത് ബയോപ്സിക്ക് അയച്ചു. അപ്പം ക്യാൻസർ രോഗമാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. അതിൻ്റെ റിസൾട്ട് പുറത്ത് വന്നപ്പോൾ എനിക്ക് ക്യാൻസർ രോഗവും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇന്നലെ ചെമ്മന്തൊട്ടിയിൽ ധ്യാനത്തിന് പോയി. ആ ധ്യാന സമയത്ത് അച്ഛനെ വന്ന് കണ്ട് ഞാൻ പാത്ര സഹായം തേടി. അച്ഛൻ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എൻ്റെ വായിൽ അസുഖം സുഖപ്പെടുത്തി. എൻ്റെ അസുഖം സുഖപ്പെടുത്തിയ ഈശോയ്ക്ക് നന്ദി. അച്ഛനും പ്രിയപ്പെട്ടവരെ, പേരെന്താ? ചാക്കോച്ചൻ എന്നാണ് നമ്മുടെ ഈ അപ്പച്ചൻ്റെ പേര്.
കഴിഞ്ഞ 6 മാസമായിട്ട്, അതായത് 6 വർഷമായിട്ടുള്ള വായിൽ തൊലി പോകുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് ഈ പ്രയാസമൊക്കെ ആയിട്ട് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ 6 മാസമായിട്ട് പല്ല് തേച്ചിട്ടില്ല. ചേട്ടൻ ആദ്യം വായിൽ തൊലി പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ കാര്യമായിട്ട് മൈൻഡാക്കിയില്ല. കാരണം അച്ഛൻ അതിലും വലിയ തൊലി പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛന് 6 വർഷമല്ല 10-28 കൊല്ലമായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് 6 മാസമായിട്ട് പല്ല് തേച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് അപ്പൊ പല്ല് തേച്ചിട്ടില്ല. അത്ര പ്രയാസമാണ്. ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം പോലും മര്യാദക്ക് കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് ഓട്സും ഒക്കെ കഴിച്ചൊക്കെയാണ് പാവം കഴിഞ്ഞ 6 മാസമായിട്ട് ജീവിച്ചത്. ഇന്നലെ ചെമ്പന്തൊട്ടിയിൽ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് കുർബാനയുടെ നേരത്ത് സഹോദരൻ സാക്രിസ്റ്റിയിൽ വന്ന് ചേട്ടൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് ഭക്ഷണമൊക്കെ, സാമ്പാറൊക്കെ കൂട്ടി, കഞ്ഞിയൊക്കെ കുടിച്ച്, അച്ചാറൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ചു പോയി. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. 6 വർഷമായിട്ട്, പ്രത്യേകിച്ച് 6 മാസമായിട്ടുള്ള വായിലിങ്ങനെ കൈ തൊടാൻ പറ്റാത്ത വിധത്തിലുള്ള വേദനയൊക്കെ മാറി വർത്താനം പോലും മര്യാദക്ക് പറയാൻ പറ്റില്ലായിരുന്നു. ഇപ്പോ കർത്താവ് അതൊക്കെ സുഖപ്പെടുത്തി. ഇന്നലെ അവിടെ സാക്ഷ്യം പറഞ്ഞു, ഇന്ന് ഇവിടെയും സാക്ഷ്യം പറയുന്നതിന് വെളുപ്പിന് എഴുന്നേറ്റ് വന്നതാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അവർക്ക് വിളിക്കാം, ഈശോയേ. ചേട്ടനെ സുഖപ്പെടുത്തിയ കർത്താവ് അച്ഛനെയും സുഖപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ